നമസ്കാരം. ഏറെ കൊട്ടിഘോഷിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ബുഡാപെസ്റ്റിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇതാ നിർണായകമായ ഒരു ഉച്ചകോടി നടത്താൻ പോകുന്നു. ഇതോടെ ഉക്രൈനിലെ സംഘർഷത്തിന് അന്തിമമായ ഒരു തീരുമാനവും കരാറുമുണ്ടാകുമെന്നൊക്കെ ദിവസങ്ങളായി കൊട്ടിഘോഷിച്ച് നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്, ബുഡാപെസ്റ്റിലേക്ക് വരാൻ രാജ്യാന്തര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കെ പുടിനൊരൽപ്പം മടിയുണ്ടെന്ന്. കാരണം വ്ളാദിമിർ പുടിന് ഡൊണാൾഡ് ട്രംപിനെ അത്ര വിശ്വാസമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ബുഡാപെസ്റ്റിലേക്ക് ഉച്ചകോടിക്കായി ചെന്നിറങ്ങണമോ വേണ്ടയോ എന്ന്, ചെന്ന് ചാടിയത് കെണിയിൽപ്പെടണമോ എന്ന് റഷ്യയും പുടിനുമൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും എന്താണ് സംഭവിക്കുന്നതെന്ന്, അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് യാഥാർത്ഥ്യമാകുന്നതെന്നും കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ നീണ്ട പുടിനുമായുള്ള ഉച്ചകോടി വിവരണങ്ങൾക്ക് ശേഷം ഇതാ ട്രംപ് പതിവ് പോലെ തന്റെ പ്ലേറ്റ് മാറ്റിയടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മാധ്യമപ്രവർത്തകരോട് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ട്രംപ് പറഞ്ഞത്, പാഴായിപ്പോയൊരു കൂടിക്കാഴ്ചയാണത്, ഇനി അത് നടത്താൻ തനിക്ക് താല്പര്യമില്ല. തനിക്ക് സമയം പാഴാക്കാൻ താല്പര്യമില്ല, അതിനാൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടിക്കാഴ്ചയ്ക്കായി തന്റെ കയ്യിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്നാണ് ഈ അമേരിക്കയിലെ കാരണഭൂതൻ പറഞ്ഞു വെക്കുന്നത്. വൈറ്റ് ഹൗസ് പറയുന്ന ന്യായീകരണം ഇതാണ്: ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ഉക്രൈനിൽ നിന്നുള്ള ഇളവുകൾ ഇല്ലാതെ തന്നെ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതിനാൽ ബുഡാപെസ്റ്റിൽ ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും തമ്മിൽ ഉച്ചകോടി നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അതുതന്നെയാണ് ട്രംപ് പറഞ്ഞതും. എന്ത് കാരണം ഇരിക്കുന്നു പുടിനുമായി ഉച്ചകോടി നടത്താനെന്ന്? കാരണം യൂറോപ്യൻ യൂണിയനും ഉക്രൈനും എതിർക്കുന്ന ഒരു കാര്യം, ഉക്രൈന്റെ സ്വന്തം ഭൂമി വിട്ടുകൊടുക്കുക റഷ്യക്കുന്ന കാര്യം, അതുപോലും ഉറപ്പു നൽകാൻ കഴിയാതെ ഞാൻ എന്ത് പോയി പുടിനോട് പറയുമെന്നാണ് ഇപ്പോൾ ട്രംപ് ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അവസാനം നടന്ന ഒരു റൗണ്ട് നയതന്ത്ര യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കാര്യമായ പുരോഗതിയൊന്നും ആ നയതന്ത്ര ചർച്ചകൾക്കില്ലായിരുന്നു. പുടിനും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്, അടുത്ത നടപടിയായിട്ടാണ് ബുഡാപെസ്റ്റിൽ വെച്ച് കാണാമെന്ന് ട്രംപ് പുടിന് വാക്കുകൊടുത്തത്. അതുകൊണ്ട് തന്നെ ഉടൻ ഭാവിയിൽ US പ്രസിഡന്റ് പുടിനെ കാണാനുള്ള ഒരു പദ്ധതിയും കയ്യിലില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തന്നെ വന്ന് കണ്ട ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയോട് പറഞ്ഞത്, ഡോൺബാസ് ഭൂരിഭാഗവും റഷ്യയുടെ കയ്യിലാണ്, മറ്റു പ്രദേശങ്ങളും അതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക, മറ്റു ഡിമാൻഡുകളൊന്നും വേണ്ട, നമുക്ക് റഷ്യയെ കൊണ്ട് പുടിനെ കൊണ്ടൊരു ശാശ്വതമായ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെപ്പിക്കാം, അതുകൊണ്ട് അവിടെ കയ്യിലായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് പോകട്ടെ, അത് നമ്മളിനി നോക്കുകയോ വേണ്ടെന്നാണ് ട്രംപ് സെലൻസ്കിയെ ഉപദേശിക്കുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഈ ട്രംപിന്റെ നിലപാട് ഉക്രൈനും സ്വീകാര്യമല്ല. ഉക്രൈനെ സംരക്ഷിക്കാൻ ഫണ്ട് ഇറക്കി, സൈന്യത്തെ ഇറക്കി സജ്ജമായി നിൽക്കുന്ന ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ഒന്നും തയ്യാറല്ലെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ട്രംപിന് വളരെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവുമില്ല, ഇനി എന്ത് കാരണത്താൽ താൻ പുടിനെ പോയി കാണും ബുഡാപെസ്റ്റിൽ എന്ന് ട്രംപ് ഇപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നു. എന്തായാലും ഉക്രൈന്റെ ചില ഭാഗങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്താൽ പിന്നെ എന്ത് സുരക്ഷ എന്നാണ് യൂറോപ്യൻ യൂണിയനും UK ഒക്കെ ചോദിക്കുന്നത്. പിന്നെ തങ്ങളുടെ സൈന്യത്തെ ഉക്രൈനിൽ കൊണ്ട് യുദ്ധാനന്തര ഉക്രൈനെ സംരക്ഷിക്കാൻ നിർത്തിയിട്ട് എന്ത് കാര്യമെന്നും അവർ ചോദിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിന്നും പിന്മാറിയത്. ബുഡാപെസ്റ്റ് ഉച്ചകോടിക്ക് റഷ്യ ഇപ്പോഴും തങ്ങളുടെ സന്നദ്ധത അറിയിച്ച് കാത്തു നിൽക്കുകയാണ്. ട്രംപ് ആവശ്യപ്പെട്ട അനുസരിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു, വിശദമായി ചർച്ച നടത്തിയിരുന്നു. എന്തായാലും ലാവ്റോവ് പറഞ്ഞത്, ഉച്ചകോടിക്കായുള്ള ബുഡാപെസ്റ്റിലെ കൂടിക്കാഴ്ചയ്ക്കായുള്ള തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാടിൽ ഇതുവരെ ഒരു മാറ്റവുമില്ലെന്നായിരുന്നു. പക്ഷേ അലാസ്ക ഉച്ചകോടിയിൽ ഉണ്ടാക്കിയ ധാരണകളിൽ ഒരു മാറ്റവും ഇതുവരെ തങ്ങൾ വരുത്തിയിട്ടില്ലെന്നും സെർജി ലാവ്റോവ് മാർക്കോ റൂബിയോട് അറിയിച്ചിരുന്നു. ഇത് ഔദ്യോഗികമായി വ്യക്തമാക്കാൻ താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം താൻ ഇത് റൂബിയോട് പറഞ്ഞിരുന്നതാണെന്നും സെർജി ലാവ്റോവ് പരസ്യമായി പറഞ്ഞു. എന്താണ് റഷ്യയുടെ ഡിമാൻഡ്? റഷ്യൻ സൈന്യം ഉക്രൈനിൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന കെർസൺ, സപ്പോർഷ പ്രവിശ്യകളുടെ ഭാഗങ്ങൾ ഉക്രൈനോട് വിട്ടുകൊടുക്കാനാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് പുടിൻ നിർദ്ദേശിച്ചത്. മോസ്കോ വളരെ കാലമായി കാത്തിരുന്ന ഡൊണസ്ക് മുഴുവൻ പിടിച്ചെടുത്തു. അത് റഷ്യ മുഴുവൻ തിരിച്ചു പിടിച്ചതോടെ ഉക്രൈന് തങ്ങളുടെ മധ്യ ഉക്രൈനിലേക്ക് കീവിൽ നിന്ന് പോകാനുള്ള മെയിൻ മാർഗമാണ് അടഞ്ഞുപോയത്. അത് വിട്ടുകൊടുത്താൽ ഉക്രൈൻ പകുതിയായി മുറിയും, രണ്ടായി മുറിയും. അതുതന്നെയാണ് പുടിന്റെ തന്ത്രവും. പക്ഷേ ഉക്രൈൻ അതിൽ താല്പര്യമില്ല. ഉക്രൈൻ പറയുന്നതനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും അതിൽ താല്പര്യമില്ല.
അതുകൊണ്ട് ഈ പ്രാദേശികമായ ഇളവുകളൊന്നും അംഗീകരിക്കാതെ വിടുന്നതിൽ സാധ്യമാക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഉക്രൈന് നൽകിയ ഉപദേശം. ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി ട്രംപിനെ കണ്ടത് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ആവശ്യപ്പെട്ടാണ്. എന്നാൽ ട്രംപ് ഉക്രൈന് ടൊമഹോക്ക് ക്രൂയിസ് മിസൈൽ നൽകുന്നതിന് ഉപാധിയായി പറഞ്ഞത് ഡൊണസ്ക് അടക്കമുള്ള സപ്പോർഷ അടക്കമുള്ള ഭാഗങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ്. അപ്പോൾ തന്നെ ഉക്രൈൻ അത് നിരസിച്ചു, സെലൻസ്കി അത് നിരസിച്ചു. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? എന്നാൽ നിങ്ങൾക്ക് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ തരുന്നില്ലെന്ന് വ്യക്തമായി സെലൻസ്കിയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. എന്തിനാണ് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഉക്രൈൻ ഇത്ര ശക്തമായി അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്? അതിന്റെ ആക്രമണ പരിധി 1000 മൈലാണ്. അതായത് റഷ്യയെ കൂടുതൽ സൈനിക സമ്മർദ്ദത്തിലാക്കാൻ ഈ ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾക്കാകുമെന്ന് ഉക്രൈൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. റഷ്യക്കുള്ളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ ഇവയൊക്കെ ലക്ഷ്യമാക്കാൻ ഈ ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കും. അങ്ങനെ വന്നാൽ യുദ്ധത്തിന്റെ ഗതി ഇനി അങ്ങോട്ട് മാറും. റഷ്യ കടുത്ത പ്രതിരോധത്തിലാകും. അതാണ് ഉക്രൈന്റെ തന്ത്രം. ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ എന്തായാലും നൽകുന്നില്ല എന്ന ഒരു ഇരട്ടത്താപ്പ് നയം ഉക്രൈനോട് പറഞ്ഞത്. പുടിനോട് പറഞ്ഞത് നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം തന്റെ കയ്യിലില്ലെന്ന്. അല്ലാതെ ചർച്ച ചെയ്യുന്നില്ലെന്നല്ല, തനിക്കൊരു കാരണമില്ല, ചർച്ച ചെയ്യുന്നില്ല. ഉക്രൈനോട് പറഞ്ഞത് നിങ്ങൾക്ക് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഇല്ല. കാരണം ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ അത് US ഉക്രൈന് നൽകണമെങ്കിൽ യൂറോപ്യൻ യൂണിയനും UK ഒക്കെ പണം നൽകണം. അതിന് പണം നൽകാൻ അവർ തയ്യാറാണ്. പക്ഷേ ഈ ക്രൂയിസ് മിസൈലുകൾ ഉക്രൈൻ സൈന്യത്തിന് നൽകിയാൽ 1-2 ദിവസങ്ങൾ കൊണ്ട് ഡ്രോൺ ആക്രമണം നടത്തിയതുപോലെ തന്നെ റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകളെയും മറ്റും ഇവർ തകർത്തെറിയുമെന്ന് ട്രംപിന് അറിയാം. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ട്രംപിന്റെ നിയന്ത്രണത്തിൽ നിൽക്കില്ല. എല്ലാം ഉക്രൈന്റെ വിജയമായി അത് കണക്കാക്കും. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഈ ഒരു നിർണായകമായ നിലപാടെടുത്തിരിക്കുന്നത്. പുടിനുമായി കാണുന്നില്ല, ഉക്രൈന് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ നൽകുന്നുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച